മാർച്ച് മാസം 15-നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത്. മാർച്ച് 15 മുതൽ ഏപ്രിൽ 9 വരെ ഏകദേശം 10-25 ദിവസമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. പ്രചരണത്തിനൊരു 3 ആഴ്ച ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയുണ്ടായി. ബേപ്പൂർ മണ്ഡലത്തിൽ ഇപ്പോൾ ഇന്നലത്തോടുകൂടി 3 റൗണ്ട് മണ്ഡലമാകെ സഞ്ചരിച്ച് ജനങ്ങളെ കാണുകയുണ്ടായി. 3 റൗണ്ടാണ് കണ്ടത്. 15-16 തുടങ്ങി പിന്നീട് വിവിധ ഘട്ടങ്ങളിലായി കണ്ടു. 3 റൗണ്ട് പൂർത്തീകരിച്ചു. 3-ാം തീയതി 4-ാം റൗണ്ട് വോട്ടർമാരെ കാണാൻ വേണ്ടി നേരിട്ട് പോവുകയാണ്. അപ്പൊ പൊതുവെ ആദ്യം 3 റൗണ്ട് പൂർത്തീകരിച്ചപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്കുള്ള വോട്ട് LDFന് ലഭിക്കുമെന്നുള്ളതാണ് ട്രെൻഡിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു 2021 ബേപ്പൂർ നിയോജക മണ്ഡലം ഉണ്ടായതിനു ശേഷം ഏതെങ്കിലും ഒരു മുന്നണിക്ക് കിട്ടിയ സർവകാല റെക്കോർഡ് വോട്ടാണ് 82,000. ആ 82,000 വോട്ടിനെ 2026 തെരഞ്ഞെടുപ്പിൽ മറികടക്കും എന്ന് നേരത്തെ ചൂണ്ടിക്കാട്ടി. അതിൽ പ്രധാനമായും ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന് കാരണമായി കണ്ടത് ഈ മണ്ഡലത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ വികസന പ്രവർത്തനത്തോടൊപ്പം നിന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ ജനങ്ങളോട് സംസാരിച്ച് നാട് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് പദ്ധതികളായി വന്നിട്ടുള്ളത്. ഓരോ പദ്ധതി എടുത്താലും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നാട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ പദ്ധതികളായി വന്നു, അത് പൂർത്തീകരിക്കപ്പെട്ടു. ചിലത് പ്രവൃത്തി തുടരുന്നു, ചിലത് പ്രവൃത്തി ആരംഭിക്കാൻ പോകുന്നു. ഇപ്പൊ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ ഇതിൽ സംതൃപ്തരാണ്. LDFന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വോട്ട് ആ നിലയിൽ ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വികസന പ്രവർത്തനമാണ് ജനങ്ങൾക്കേറെ ആശ്വാസമായ PWD റെസ്റ്റ് ഹൌസിൽ ഓൺലൈൻ ബുക്കിംഗ്. 2021 കേരളപ്പിറവി ദിനമായ നവംബർ 1 ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു. ഇതുവരെ 30 കോടിയിലധികം വരുമാനം ഓൺലൈൻ ബുക്കിങ്ങിലൂടെ നമ്മുടെ സംസ്ഥാനത്തെ ഖജനാവിൽ ലഭിച്ചു. ഇവിടെ മനോഹരമായ ഒരു റെസ്റ്റ് ഹൌസ് നിർമ്മിക്കാനായി 9 മുറികൾ, അതിൽ 600 രൂപക്ക് ആളുകൾക്ക് റൂം കിട്ടുന്ന സ്ഥിതിയുണ്ട്. AC റൂമിന് 1000 രൂപയും കിട്ടുന്ന സ്ഥിതി വന്നു. കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകുന്ന പലരും ഇപ്പോൾ ഫറൂഖ് റെസ്റ്റ് ഹൌസിൽ താമസിച്ചു പോകുന്ന സ്ഥിതി വന്നു. റെയിൽവേ സ്റ്റേഷൻ അതിന്റെ അടുത്താണ്. സാധാരണ മനുഷ്യർക്ക്, ടൂറിസ്റ്റുകൾ, സാധാരണ മനുഷ്യർക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യം വന്നു. വിവിധ പദ്ധതി ഉണ്ട്, എല്ലാ പദ്ധതിയും ഞാൻ പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ വികസനം പൊതുവെ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇവിടുന്ന് കുറച്ചപ്പുറത്ത് നിങ്ങൾക്ക് അറിയാം, കാട് പിടിച്ച സ്ഥലം നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. പോലീസ് കേസിൽ പിടിക്കപ്പെട്ട വാഹനങ്ങൾ നിർത്തിയിരുന്ന അരാജകത്വ പ്രവണതകളുടെ സംഘങ്ങളുടെ കേന്ദ്രമാണ്. അവിടെ ഇപ്പോൾ മനോഹരമായ വി പാർക്കായി മാറി. രാത്രി 12 മണിക്കൊക്കെ അവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ ഫാമിലി ആയിട്ട് ആള് വരികയാണ്. അപ്പൊ ഇതൊക്കെ പൊതുവെ ഡെവലപ്മെന്റിന് പൊതുവെ അനുകൂല സാഹചര്യമുണ്ട്. രണ്ടാമത്തത് പൊതു രാഷ്ട്രീയ അനുകൂലമാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ LDFന് ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ വോട്ട് ലഭിക്കുന്നതാണ് കണക്കാക്കുന്നത്. നിങ്ങൾ തന്നെ കുറെ കാലമായിട്ട് കാണുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആശയപരമായ
സംവാദമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുമായും വ്യക്തിപരമായി നല്ല ബന്ധം വെച്ച് പുലർത്താൻ ഇതുവരെ ശ്രമിച്ചിട്ടുണ്ട്. കാരണം വ്യക്തിപരമായ ഒരു ശത്രുത ഒരാളുമായിട്ടില്ല. സമുന്നതരായ നേതാക്കളുണ്ട്, പല രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നുണ്ട്. വ്യക്തിപരമായ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയം ശക്തമായി പറയാനുള്ള ശ്രമമാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവ് രാഹുൽ ഗാന്ധിയോട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ഇന്നുവരെ രാഹുൽ ഗാന്ധിയുടെ പിതൃത്വം ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. ഞാനിപ്പോഴും ഓർക്കുന്നു ചൂരൽമല ദുരന്തത്തിന്റെ ഭാഗമായി മന്ത്രിസഭ ചുമതലപ്പെടുത്തിയ മന്ത്രിമാരിൽ ഒരാളായി അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ എം പി ആയിരുന്ന രാഹുൽ ഗാന്ധി അവിടെ ഉണ്ട് എന്നറിഞ്ഞ് ഞാൻ അവിടുന്ന് യാത്ര ചെയ്ത് അവിടേക്ക് പോയി അദ്ദേഹത്തെ കണ്ട് സർക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ സംസാരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹം വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ രാഷ്ട്രീയമായി പല നിലയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനുണ്ടെങ്കിലും ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോ പാണക്കാട് തങ്ങളെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ളതിൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാടിനോട് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിലും അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന, അദ്ദേഹത്തിന് യൂത്ത് ലീഗിന്റെ നിലവാരമേ ഉള്ളൂ എന്ന് പറയുന്ന പരാമർശങ്ങൾ ഞാൻ നടത്തിയിട്ടില്ല. ഒരു സംഘടനയെ ഞാൻ ചെറുതായി കാണുന്നില്ല. യൂത്ത് ലീഗ് നിലവാരമില്ലാത്ത ഒരു സംഘടനയാണ് എന്ന് ഉള്ള ഒരു അഭിപ്രായത്തിലേക്ക് ഞാൻ പോകുന്നില്ല. യൂത്ത് ലീഗിന്റെ രാഷ്ട്രീയ നിലപാടിനോട് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാം. യൂത്ത് ലീഗിന്റെ നിലവാരമേ പാണക്കാട് തങ്ങൾക്കുള്ളൂ എന്ന അധിക്ഷേപം ഞാൻ ഇന്നുവരെ നടത്തിയിട്ടില്ല. അതിന്റെ അപ്പുറത്തേക്കും ഒരു കാര്യവും ഞാനിപ്പോൾ ഇതുപോലെ പത്രസമ്മേളനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഈ അടുത്ത ദിവസം പാണക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട വിവാദം വന്ന ഘട്ടത്തിൽ നിങ്ങൾ പലർക്കും അറിയാം, ആദ്യം തന്നെ അത് തെറ്റാണ്, ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല, ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വ്യക്തി അധിക്ഷേപം, ഇത്തരം അസംബന്ധ പ്രചരണങ്ങൾ, അതിനോട് ഒരു തരത്തിലും അനുകൂലമായ സമീപനം സ്വീകരിച്ചിട്ടില്ല. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സ്വീകരിച്ചു പോയിട്ടില്ല. പൊതുവെ രാഷ്ട്രീയവും വികസനത്തിന്റെ രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ആ നിലയിലാണ് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തകരായാലും നിങ്ങൾ മാധ്യമ പ്രവർത്തകരായാലും ദൈനംദിനം റെക്ടിഫിക്കേഷന് വിധേയമാവണം. ഞാൻ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, തിരുത്തലുകൾ വരുത്തണം എന്നുള്ളതിന് സ്വയമേവ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഞാൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയം തന്നെ പറയുക. എവിടെയെങ്കിലും അതിൽ ലൈൻ വിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് തിരുത്തി പരമാവധി തിരുത്തിയാണ് പോകുക. നിങ്ങൾ തന്നെ പലരും പറയാറുണ്ട്, ഇതെന്താണ് ഒരു കളറില്ലല്ലോ, നിങ്ങളെ ഒരു കളറില്ലാത്ത പ്രസ്താവനകളാണല്ലോ എന്ന്. പൊതുവെ അങ്ങനെ തിരുത്തി പോകാനാണ് ശ്രമിച്ചത്. ഈ മണ്ഡലത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരെയും, ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്തവരെല്ലാവരെയും യോജിപ്പിച്ചിട്ടാണ് MLA എന്നുള്ള നിലയിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ജനങ്ങൾ പൊതുവെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അനുകൂല സാഹചര്യമാണുള്ളത്. പിന്നെ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യമാണ്, പണാധിപത്യമല്ല. ചിലരുടെ ധാരണ പണത്തിന് മേലെ തെരഞ്ഞെടുപ്പിൽ പരുന്തും പറക്കില്ല എന്നാണ്. എന്നാൽ പണത്തിന് മേലെ ബേപ്പൂര് പറക്കും എന്നായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുക. ജനാധിപത്യമാണ്, ജനങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ആ നിലയിൽ 82,000 എന്ന സർവകാല റെക്കോർഡ് വോട്ടിനേക്കാൾ എത്രയോ അപ്പുറത്തേക്ക് മുന്നോട്ട് പോകാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കും എന്നുള്ളതാണ് 3 റൗണ്ട് പ്രചരണ പ്രവർത്തനം ഇന്നലെ അവസാനിച്ചതിന്റെ ഭാഗമായി എനിക്ക് പറയാനുള്ളത്. അല്ല, പൊതുവെ നമുക്കറിയുന്ന കാര്യങ്ങളാണല്ലോ. ഇപ്പോൾ ഇവിടെ പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ നമ്മൾ രാഷ്ട്രീയമോ അതോ വ്യക്തി അധിക്ഷേപമോ ഏതാണ് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നു. തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടും, ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ നിലയിൽ അത് ചർച്ചയാണ്. അല്ല, വ്യക്തിപരമായ അധിക്ഷേപമാണല്ലോ ഇപ്പോൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ സ്ഥാനാർത്ഥി ആയതിനു ശേഷം അതിന് മുമ്പും എടുത്തു നോക്കിയ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കിയാൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങളാണല്ലോ നടന്നു വരുന്നത്. അത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ല, എന്താ സംശയം? ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയുടെ നേരത്തെയുള്ള പ്രസ്താവനകളും നിലപാടുകളും ഡോക്യുമെന്റഡ് അല്ലേ? ഡോക്യുമെന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? അപ്പോ വ്യക്തി അധിക്ഷേപം ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി നടത്തിയത് എനിക്കെതിരെ മാത്രമല്ല, ലോകത്ത് വ്യക്തി അധിക്ഷേപം നേരിടുന്ന UDF സ്ഥാനാർത്ഥി വ്യക്തി അധിക്ഷേപം നടത്തുന്ന ആദ്യത്തെ ആളല്ല ഞാൻ. UDFന്റെ സമുന്നതരായ നേതാക്കളെയൊക്കെ തന്നെ വ്യക്തി അധിക്ഷേപം നടത്തിയിട്ടുണ്ട്. അല്ല, അതൊന്നും ഇപ്പോ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞൊരു രാഷ്ട്രീയമായ ആശയപരമായ ഒരു ആരോഗ്യകരമായ സംവാദമാണ്. തെരഞ്ഞെടുപ്പ് നാളെ അങ്ങോട്ട് കഴിയും. ചിലർക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ ചിലർക്ക് കുറെ മറ്റു കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാനൊക്കെ താല്പര്യം. ചിലർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, എന്നിട്ട് കുറെ പണം ഒഴുക്കിയിട്ട് അതിന്റെ ഒരു ഹരത്തിൽ നിൽക്കുക എന്നുള്ള, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു ഹോബിയാക്കുന്ന ചിലരുണ്ട്. അങ്ങനെയുള്ളതിൽ ഈ പണമാണെല്ലാം, പണത്തിന് മേലെ പരുതു പറക്കില്ല എന്ന ഒരു ധാരണയുണ്ടെങ്കിൽ പണത്തിന് മുകളിൽ ബേപ്പൂര് പറക്കും എന്നുള്ളതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം. ഇങ്ങനെ അല്ല, പൊതുവായിട്ട് ഈ മണ്ഡലത്തിൽ ഇതൊക്കെ ചർച്ചയാണ്. ഈ മണ്ഡലത്തിൽ ഇതെല്ലാം ചർച്ചയാണ്. ഞാൻ ഇന്ന് വരെ തിരിച്ച് വ്യക്തി അധിക്ഷേപത്തിന് ഇതാക്കുക. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഇന്ന് വരെ തിരിച്ച് വ്യക്തി അധിക്ഷേപത്തിന് തിരിച്ച് അതേ അർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല. ഈ 2 കൊല്ലം സ്ഥാനാർത്ഥി അതിന് മുമ്പും സ്ഥാനാർത്ഥി ആയതിനു ശേഷം ഇനിയൊട്ട് പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ ഇവിടെ അതൊരു ചർച്ചാ വിഷയമാണ്. ഇവിടെ ഇപ്പൊ നിങ്ങൾ ചോദിച്ചുകൊണ്ട് വ്യക്തമായിട്ട് പറയേ, ഇവിടെ അത് ചർച്ചാ വിഷയമായി മാറുന്നു. അപ്പോ ആദ്യമായിട്ടൊരാളെ വ്യക്തി അധിക്ഷേപം നടത്തുന്നു, അത്ര മോശപ്പെട്ട ആളാണ്, അതുകൊണ്ട് വ്യക്തി അധിക്ഷേപം നടത്തുകയാണ് എന്ന് തോന്നുന്ന നിലയിലാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ വ്യക്തി അധിക്ഷേപം UDF സ്ഥാനാർത്ഥിയിൽ നിന്ന് നേരിട്ട ആദ്യത്തെ രാഷ്ട്രീയ നേതാവല്ല ഞാൻ, രാഷ്ട്രീയ പ്രവർത്തകനല്ല ഞാൻ. എന്നേക്കാളൊക്കെ എത്രയോ ഉയർന്ന സമുന്നതരായ നേതാക്കളെ, നമ്മളൊക്കെ ഒരു താഴത്തുള്ള ഒരാള്, എത്രയോ സമുന്നതരായ നേതാക്കളെ വ്യക്തി അധിക്ഷേപം ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി നടത്തിയിട്ടുണ്ട്. അപ്പൊ മണ്ഡലത്തിൽ ഇതൊക്കെ പൊതുവേ ചർച്ച ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാം. അത് നിങ്ങൾ ഈ പറഞ്ഞ ഓരോ വീഡിയോയും ബൈറ്റും എടുത്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ അതിന്റെ മറുപടി കണ്ടെത്തും. അതൊക്കെ ജനങ്ങള് പരിശോധിക്കട്ടെ. ആ റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു റൂം ബട്ടൺ അമർത്തിയാൽ റൂമുണ്ടെങ്കിൽ കിട്ടും. തിരുവനന്തപുരത്ത് നിങ്ങളെ ബന്ധു ഉണ്ടെങ്കിൽ, നിങ്ങളെ വീട് അല്ലെങ്കിൽ ബന്ധുക്കളെ ഏതെങ്കിലും തിരുവനന്തപുരം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ദൂരത്തുള്ള അവർക്ക് അവിടുന്ന് ഒരു 600 രൂപക്ക് ഒരു ബട്ടൺ അമർത്തിയാൽ ഇവിടെ റൂം കിട്ടും. ഇപ്പൊ തെരഞ്ഞെടുപ്പ് സമയമാണല്ലോ, നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പോൾ റെസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ എല്ലാവർക്കും താമസിക്കാൻ സൗകര്യം, അത് ഓൺലൈൻ ബുക്കിംഗ് ആക്കിയത് ഗുണമാണ്. റെസ്റ്റ് ഹൗസുകൾ ഇനിയും വർദ്ധിക്കണം. 600 രൂപയ്ക്ക് മുറി കിട്ടുന്ന റെസ്റ്റ് ഹൗസുകൾ കേരളത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് ഒരു ആശ്വാസമാണ്. നിങ്ങൾ പിന്നെ അദ്ദേഹം പറയുന്നതാണ്, അങ്ങനെ കണ്ടാൽ മതി. അത് നിങ്ങൾ പൊതുവെ പരിശോധിച്ചാൽ മതി. നാട്ടിലെ ജനങ്ങൾ
അല്ല, അതൊന്നും ഇവിടെ എങ്ങനെ വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന വോട്ടർമാരൊന്നല്ല ബേപ്പൂരിലുള്ളത്. വില കൊടുത്ത് വോട്ടർമാരെ വാങ്ങാൻ പറ്റുന്ന ആളുകളല്ല ഇവിടെ. രാഷ്ട്രീയ പ്രബുദ്ധരായ വോട്ടർമാരാണ് ഉള്ളത്. അതാ ഞാൻ പറഞ്ഞത്, പണത്തിന് മേലെ പരുന്തും പറക്കില്ല എന്ന് കരുതുന്നവർക്ക് പണത്തിന് മേലെ ബേപ്പൂര് പറക്കും എന്നായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലം. അത് നമുക്ക് കാണാം. അല്ല, ഞാനത് ബാക്കി കാര്യമൊക്കെ പറഞ്ഞപ്പോ ഇതിനാണല്ലോ വിളിച്ചത്. നിങ്ങൾക്ക് സമയമുണ്ട്, നാളെ മറ്റന്നാളൊക്കെ മറ്റു കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനൊരു സ്ഥാനാർത്ഥിയാണ്, എന്നേക്കാൾ ഉയർന്ന നേതാക്കന്മാർ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലീഡർഷിപ്പ് പറയേണ്ട കാര്യങ്ങൾ അതൊക്കെ ലീഡർഷിപ്പ് അതൊക്കെ ലീഡർഷിപ്പ് പൊതുവെ പറഞ്ഞു. ഞാനിപ്പോ രാവിലെ ഇറങ്ങിയല്ലേ, അല്ല നോക്കാൻ തന്നെ നേരമില്ല. പേപ്പർ വേഗം വായിച്ച് രാവിലെ ഇറങ്ങി. നമ്മുടെ മണ്ഡലവും പിന്നെ അടുത്ത് കുറച്ച് മണ്ഡലങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുകയാണ്. മാധ്യമ പ്രവർത്തനങ്ങളെ ആക്രമിക്കുന്ന രീതിയോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കോട്ടയത്തെ സംഭവം എനിക്കറിയില്ല. അതിൽ ഏറ്റവും സേഫായി മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റുന്ന സ്റ്റേറ്റ് കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഈ 10 കൊല്ലം എന്തും നിങ്ങൾക്ക് പറയാം, ഒരു നിലയിലുള്ള ഈ ഒരു പ്രയാസം വരില്ല. എന്നാൽ രാജ്യങ്ങൾ എടുത്തു നോക്കുക, എത്ര മാധ്യമ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു, എത്ര മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി, എത്ര പേർക്കെതിരെ കള്ളക്കേസെടുത്തു, എത്ര സംഭവങ്ങളുണ്ടായി. അതൊന്നും കേരളത്തിൽ കാണാൻ പറ്റില്ല. അപ്പൊ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ ഫോർത്ത് എസ്റ്റേറ്റ് ആണ്. അതിനെ ആക്രമിക്കുന്ന ഒരു രീതിയോടും യോജിക്കാൻ പറ്റില്ല. ഈ സംഭവം എനിക്ക് കൂടുതൽ അറിയില്ല. അതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. ജനങ്ങൾ എല്ലാ കാര്യവും മനസ്സിലാക്കുന്നുണ്ട്. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സൗത്ത് മണ്ഡലത്തിലാണ്. അതിന്റെ ഒരു ഭാഗം ബേപ്പൂർ വില്ലേജിലാണ്. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെമായി ബന്ധപ്പെട്ട് ഇപ്പൊ വലിയൊരു സ്റ്റേഡിയം അവിടെ വരാൻ വേണ്ടി പോകുന്നു, മറ്റു കാര്യങ്ങൾ അവിടെ വരാൻ വേണ്ടി പോകും. ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നമ്മൾ സൗത്ത് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ളതോ ഇപ്പുറത്ത് ഒരു കഷ്ണം ഈ ഭാഗത്ത് ബേപ്പൂരിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ബൗണ്ടറിയൊക്കെ നമ്മൾ നന്നായി മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. ഇനി ഗവൺമെന്റ് കോളേജ് എവിടെയെങ്കിലും തുടങ്ങാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിലൊന്നും ആർക്കും ഇവിടെ ഒരു പ്രയാസം ഉണ്ടാവുന്ന കാര്യമല്ല. ആർക്കും അതിന് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ വിമർശിക്കാനായി വിമർശിക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുക എന്നൊരു രീതി പൊതുവെ എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അംഗീകരിക്കും. 2.3 82,000 നമ്മുടെ വോട്ട് കഴിഞ്ഞ തവണ കിട്ടി. 82,000 വോട്ട്, 82,000. അത് മറികടക്കും. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വോട്ടുകളിൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.